ഗാസ സമാധാന കരാറിൽ ഈജിപ്തിൽ നിർണായക ചർച്ച. ബന്ദിമോചനത്തിനും പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിനുമാണ് ആദ്യ പരിഗണന. ചർച്ചയിൽ അമേരിക്കൻ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഫൈസൽ, പ്രതീക്ഷ നൽകുന്ന ചർച്ചയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ചയാകുന്നത്? ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? കീർത്തന, ആര്യ, എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ലോകം ഈ ചർച്ചയെ ഉറ്റുനോക്കുന്നത്. പരോക്ഷ ചർച്ചയാണ് നടക്കുന്നത്. ഹമാസുമായി നേരിട്ട് എന്തായാലും ഇസ്രായേലും അമേരിക്കയും ചർച്ച നടത്തുന്നില്ല. ഈജിപ്തിലെ ഷർം അൽ ഷെയ്ഖിൽ നടക്കുന്ന ഈ ചർച്ചയിലെ ആദ്യ റൗണ്ട് ചർച്ചകൾ പൂർത്തിയായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈജിപ്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ചർച്ച ഇന്നും തുടരും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആദ്യഘട്ടത്തിലെ ചർച്ചയിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനത്തിലെത്തിയതായിട്ട് ആരും പറയുന്നില്ല. എന്തായാലും ട്രംപിൻ്റേതായിട്ടുള്ള ഒരു പ്രസ്താവന ഇന്നലെ വന്നിട്ടുണ്ട്. ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ ഹമാസ് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എങ്കിലും ചില കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അമേരിക്കയും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറുമാണ് ഈ ചർച്ചയിൽ ഇസ്രായേലിനും ഹമാസിനും പുറമെ പങ്കെടുക്കുന്നത്. ഹമാസിനെ പ്രതിനിധീകരിച്ച് അവരുടെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ഖലീൽ അൽ ഹയ്യ തന്നെ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഗാസ ആക്രമണത്തിന് 2 വർഷം തികയുന്ന ഈ ദിനത്തിൽ തന്നെ ഒരു ശുഭവാർത്തയുണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശരി, എന്തായാലും ഗാസ സമാധാന പദ്ധതിയിലെ ആദ്യഘട്ട ചർച്ചകളാണ് ഈജിപ്തിൽ അവസാനിച്ചിരിക്കുന്നതായി ഈജിപ്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും പോസിറ്റീവായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ചർച്ചകൾ തുടരും. ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങൾ നൽകിയത്.